അസ്സലാമു അലൈക്കും. 2 ദിവസത്തെ നല്ല അടിപൊളി തോരാ മഴയത്ത് നിന്ന് ഒരിത്തിരി തോന്നും സമയം നോക്കി ഞാൻ എൻ്റെ പാൽമുളക് വിളവെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് വെള്ള കളർ മുളക് വിളവെടുക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പിഞ്ചൊക്കെ പിടിച്ച് ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട്. നമുക്ക് വിളഞ്ഞത് മാത്രം പറിച്ചെടുക്കാം. 4 ചുറ്റിന് എൻ്റെ പായലൊക്കെ പിടിച്ച് ഇറങ്ങാൻ പേടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ മഴ തോന്നുന്ന സമയത്ത് ഇറങ്ങിയതാണ്. വെള്ള മുളക് ആദ്യം പറിച്ചെടുക്കാം. പിന്നെ പച്ച കളർ മുളക് കുറവാണ്, പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം, കുറച്ച് കിട്ടിയാലോ. എല്ലാത്തിലും പിഞ്ച് ആവശ്യം പോലെ പിടിച്ച് വരുന്നുണ്ട്. ഇപ്പം മഴ ടൈം ആയതുകൊണ്ട് കീടങ്ങളെ ബാധ കുറച്ച് കുറവാണ്. ഉണക്ക് സമയത്താണ് പുഴുവും പാറ്റയും പക്കിയും എല്ലാം വന്ന് കടിച്ച് തിന്നിട്ട് പോകുന്നത്. മഴ സമയത്ത് കീടങ്ങൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് വിളവ് കിട്ടും. അതെല്ലാം പറിച്ച് കഴിഞ്ഞ് ഇനി പർപ്പിൾ കളറാണ് കേട്ടോ. ഇതാണ് ഏറ്റവും നല്ല മണമുള്ള മുളക്. കറിയിലിട്ട് കഴിഞ്ഞാൽ മണവും ഗുണവും കൂടുതൽ ആ കളറിനാണ്. മറ്റേ രണ്ടും മോശമൊന്നുമല്ല, എന്നാലും കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത് ഈ പർപ്പിൾ കളറാണ്. നീലയും പർപ്പിളും കൂടെ ചേർന്നിട്ടൊരു കളറ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും കറിമുളക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി മുളകും കൂടെ ഒന്ന് തപ്പി നോക്കാം. കാന്താരി മുളക് ഇവിടെ കായ്ക്കൽ കുറവാണ് കേട്ടോ, വല്ലപ്പോഴും കൂടിയൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതിൻ്റെ മുട്ടിലും കൂടെ ഒന്ന് പോയി നോക്കാം. ആയോ, ഇതാണ് എൻ്റെ കാന്താരി. ഉണ്ട് നോക്കി, കാന്താരി മുളകിൽ പൂവും മുട്ടുമൊക്കെ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബായ്.